ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 510ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും ഞെക്കുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ കരങ്ങളിലെത്തുന്നതാണ്. അതുപോലെ പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങാനും ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 6.25 സെൻറ്റ് സ്ഥലത്തിൽ 1460 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ള 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. നിങ്ങൾക്ക് 6.25 സെൻറ്റ് കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ 12 സെൻറ്റ് വരെ ലഭിക്കും. ഈ താഴെ കാണുന്ന ഒരു 5.25 സെൻറ്റും കൂടെ നിങ്ങൾക്ക് ഈ കൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം മറ്റ് വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാം. വിലയുടെ വിവരങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിലും തമിഴിലും കൊടുത്തിട്ടുണ്ടാവും. മറ്റ് വിവരങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇതാ കിണർ കണ്ടല്ലോ, ധാരാളം വെള്ളം ലഭിക്കുമെന്നാണ് അതിൻ്റെ ഓണർ അറിയിച്ചിരിക്കുന്നത്. 850 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. KK റോഡിലേക്കാണ് നമ്മുടെ ഏറ്റവും വേഗം എത്തിച്ചേരാൻ പറ്റുന്നതുമായിട്ടുള്ള ആക്സസ്. KK റോഡുമായിട്ട് 850 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മണർകാട് ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. 2 കിലോമീറ്റർ മണർകാട് കവലയിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ മൺറാട് പള്ളിയിലോട്ടുള്ള ദൂരവും. മൺറാട് പള്ളിയെപ്പറ്റി അത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 8 നോമ്പ് പെരുന്നാളൊക്കെ വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു പള്ളിയാണ്, നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പള്ളിയാണ്. കൂടാതെ മെയിൻ പ്രധാന ടൗണുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. പുതുപ്പള്ളി ടൗണും പാമ്പാടി, മണർകാട്, ഈ 3 ടൗണുമായിട്ടും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിയിലേക്ക്, അല്ലെങ്കിൽ ഈ പുതുപ്പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ പാമ്പാടിയിൽ നിന്ന് 6-7 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ ഒരു പ്രധാന ടൗണുകളിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക്. വളരെ നല്ല അറ്റ്മോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിയുടെ നമ്മൾ മുൻവശവും പുറകുവശവും എല്ലാം കണ്ടു കഴിഞ്ഞതാണ്. നമ്മൾ മുൻവശമൊക്കെ കണ്ട് അതിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പണികളൊക്കെ, പെയിൻറ്റിങ് വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് വന്നേക്കുന്നതുകൊണ്ട് അതിൻ്റെ മെറ്റീരിയലൊന്നും മാറ്റാനായിട്ട് സാധിച്ചിട്ടില്ല. ഫ്ലോറിംഗ് ഒക്കെ നല്ല രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച്, ടൈൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായ കളർ ഉപയോഗിച്ച് ഭിത്തികളൊക്കെ നന്നായി തന്നെ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. വുഡൻ ഡോറുകളാണ് എല്ലാ മുറികളിലേക്കും അതുപോലെ അടുക്കളയിലേക്കൊക്കെ നൽകിയേക്കുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ചെറിയ കബോർഡും സ്റ്റോറേജ് പ്ലേസും ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് റൂമുകളൊക്കെ അല്ലെങ്കിൽ അടുക്കളയൊക്കെ ഒന്ന് തുറന്ന് കാണാം. ഇതാണ് ഒരു ബെഡ്റൂം. ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ കിച്ചൺ. ഈ ബെഡ്റൂമിൽ ചേർന്ന് തന്നെ മറ്റൊരു മുറി. ഇതാണ് കിച്ചൺ. നേരെ കാണുന്നത് സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്താണ് കിച്ചൺ കാണുന്നത്. സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് ഏരിയ കഴിഞ്ഞ് നേരെ ഡൈനിങ് ഏരിയ എന്നാണ് ഈ കിച്ചണും ഈ സ്റ്റെയർ കേസും എല്ലാം ആക്സസ് ഉണ്ടായിരിക്കുന്നത്. നല്ല വുഡൻ ഫിനിഷോട് കൂടി തീർത്ത കബോർഡ് വർക്കുകളെല്ലാം തന്നെ ആ അടുക്കളയ്ക്ക് ഇരട്ടി ഭംഗിയാണ് കൂട്ടുന്നത്. നമ്മുടെ കിച്ചണിൽ നിന്ന് വെളിയിലോട്ടുള്ള ഡോറും വുഡൻ ഡോറാണ്. അവിടെ ധാരാളം സ്റ്റോറേജ് പ്ലേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ മുകളിലൊക്കെ ആയിട്ട് ധാരാളം ഇടം നൽകിയിട്ടുണ്ട്. അവിടെ ഒരു വിൻഡോയും കൊടുത്തേക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വെളിച്ചം നമുക്ക് ലൈറ്റൊന്നും ഇടാതെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ആ ഭാഗത്തേക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലെല്ലാം നല്ല ഗുണനിലവാരമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസും അതുപോലെ മറ്റ് പാനലുകളൊക്കെ ഉപയോഗിച്ചാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതാണ് ഡൈനിങ് ഏരിയ. സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്ന് നമുക്ക് വിശാലമായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പച്ച പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കുന്ന സ്റ്റെയർ കേസും അതുപോലെ തന്നെ ബാക്കി പെയിൻറ്റിങ് വർക്കുകളൊക്കെ ആ ഒരു എടുത്തറിയിക്കേണ്ടതാണ്. നമുക്ക് ഇത് ഫസ്റ്റ് ഈ ബെഡ്റൂമിലേക്ക് ഒന്ന് കിടക്കാം. നല്ല വിശാലമായ ബെഡ്റൂമാണ്. ഒരു ബ്രൗൺ പാറ്റേൺ ആണ് എല്ലായിടത്തും നൽകിയേക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇവിടെ നമുക്ക് ബാത്റൂം അറ്റാച്ച്ഡായിട്ടുണ്ട്. അവിടെ കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ടെങ്കിലും മിക്ക പണികളും വർക്കുകളും തീർന്നിരിക്കുകയാണ്. 95% പണികൾ തീർന്നു കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാം. ഇതെനിക്ക് തോന്നുന്നു മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് കിച്ചനോട് അടുത്ത് നമുക്ക് ആ ഒരു ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയുള്ള ബെഡ്റൂമുകളാണ് ഈ രണ്ടെണ്ണം.
ഇവിടെ വ്യത്യസ്തമായ നിറം ഉപയോഗിച്ച് ഒരു ഭിത്തി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലൂ കളറ്. അപ്പം ബെഡൊക്കെ ഇടാനുള്ള പരുവത്തിൽ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇവിടെ മറ്റൊരു രീതിയിലുള്ള ടൈൽ ഉപയോഗിച്ചാണ് ഇവിടെയും നന്നായി തന്നെ ബാത്റൂമിൻ്റെ അകത്തെ ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു വുഡൻ ഡോറാണ്. ഇത് എല്ലാ മുറികളിലേക്കും വുഡൻ ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ബ്ലൂ കളർ പെയിൻ്റൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമും ടൈലും ഒക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്കിനിയും ഈ ഒരു ഭാഗമെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോകുന്നില്ല, ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോകാനായിട്ട് നിലവിൽ സാധിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഏകദേശ ഭാഗങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തു നിന്നുള്ള സീന്. നല്ല ഇരുമ്പ് ഗേറ്റും അതുപോലെ ചുറ്റും നന്നായി തന്നെ കരിങ്കലൊക്കെ കെട്ടി അതിരുകളെല്ലാം തിരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട വീടുകളല്ല, എല്ലാം ഇഷ്ടംപോലെ വില്ലകളും വീടുകളും അവിടെ വരുന്ന ഒരു ഏരിയയാണ്. പെട്ടെന്ന് റോഡിലേക്കുള്ള ആക്സസും ടൗണിലേക്കുള്ള ആക്സസും നമുക്ക് ലഭിക്കുന്നതാണ്. കോട്ടയം ടൗണിലേക്ക് നമുക്ക് 9 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. റെയിൽവേ സ്റ്റേഷന് അതുപോലെ തന്നെ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് എന്നിവയെല്ലാം തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഇനി കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. അടുത്തതായി നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അപ്ഡേറ്റായിട്ട് നിങ്ങളുടെ കരങ്ങളിൽ എത്തുന്നതാണ്. നിങ്ങൾക്ക് വീടുകൾ വിൽക്കാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.